സംസ്ഥാന എംപ്ലോയീസ് പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടയം കളക്ടറേറ്റിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരുടെ പ്രകടനം NGO യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രകടനം നടക്കുന്നത്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഇപ്പോൾ സമരത്തിൽ നിന്ന് വിട്ടുനിന്നവർ കളക്ടറേറ്റിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരുടെ പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NGO യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രകടനം എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? അനന്യ, ഇന്ന് ജോയിന്റ് കൗൺസിലിന്റെയും NGO അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത്. എന്നാൽ പണിമുടക്കത്തിനെതിരാണ് NGO യൂണിയൻ. പണിമുടക്ക് നടത്താതെ തന്നെ സർക്കാർ തീരുമാനങ്ങൾ, ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് അറിയിച്ചിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് പണിമുടക്കം എന്നുള്ളതാണ് NGO യൂണിയൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് NGO യൂണിയനിൽപ്പെട്ട നിരവധി ജീവനക്കാർക്ക് പുറമെ ഒരു സംഘടനയിലും പെടാത്ത നിരവധി ജീവനക്കാരും ഇന്ന് പണിമുടക്കിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ജോലിക്ക് ഹാജരായിട്ടുണ്ട്. അങ്ങനെ ജോലിക്ക് ഹാജരായ ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അഭിവാദ്യം അറിയിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ NGO യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിൽ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ജീവനക്കാരാണ് ഈ മാർച്ചിൽ അണിനിരന്നിട്ടുള്ളത്. കോട്ടയം കളക്ടറേറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും കൃഷി വകുപ്പിലും ഒഴികെ മറ്റെല്ലാ ഓഫീസുകളിലും 100% അടുത്ത് ഹാജർ നിലയുണ്ട്. ഈ പണിമുടക്ക് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജീവനക്കാർ ഇന്ന് ജോലിക്ക് ഹാജരായിട്ടുള്ളത്. അങ്ങനെ ജോലിക്ക് ഹാജരായിട്ടുള്ള ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനന്യ, തീർച്ചയായും സനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 100-ൽ പരം ജീവനക്കാരാണ് ഇപ്പോൾ NGO യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലാ കളക്ടറേറ്റിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരുടെ പ്രകടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സനോജ്, സംസ്ഥാനത്തുടനീളം നിന്ന് നമ്മൾ ദൃശ്യങ്ങൾ നൽകിയിരുന്നു. എല്ലാ സർക്കാർ ഓഫീസുകളിലും 70% മുകളിൽ തന്നെ ഹാജരുണ്ട്. സമരത്തിൽ പങ്കെടുക്കുന്നവരെക്കാൾ കൂടുതൽ ജോലിക്ക് എത്തിയവരാണ് കൂടുതൽ. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ തന്നെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സനോജ്, തീർച്ചയായിട്ടും കോട്ടയം കളക്ടറേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം കളക്ടറേറ്റിൽ 70% മുകളിൽ ജീവനക്കാർ ഇന്ന് ജോലിക്ക് ഹാജരായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. അതിന് ബഹുഭൂരിപക്ഷം ആളുകളും ഹാജരാവാത്ത 2 ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും കൃഷി വകുപ്പിലും മാത്രമാണ് ഇന്ന് കൂടുതൽ ജീവനക്കാർ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാറി നിൽക്കുന്നത്. എങ്കിലും ആ ഓഫീസുകളിലും ജോലിക്കെത്തിയ നിരവധി ജീവനക്കാരുണ്ട്. മറ്റ് ഓഫീസുകളിലൊക്കെ തന്നെ ഭൂരിപക്ഷം ജീവനക്കാരും ഇന്ന് ജോലിക്ക് ഹാജരായിട്ടുണ്ട്. അങ്ങനെ ഹാജരായിട്ടുള്ള ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനം നടക്കുന്നത്. ജലഗതാഗത വകുപ്പിന്റെ സർവീസും ഇന്ന് യാതൊരു തടസ്സവുമില്ലാതെ നടന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആലപ്പുഴ കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ സർവീസും ഇന്ന് യാതൊരു തടസ്സവുമില്ലാതെ നടന്നിട്ടുണ്ട്. കോട്ടയം കളക്ടറേറ്റിലാണെങ്കിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരും ഇന്ന് ജോലിക്ക് ഹാജരായിട്ടുണ്ട്. അങ്ങനെ ജോലിക്ക് ഹാജരായിട്ടുള്ള ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഓഫീസുകളിലും ഇന്ന് ജോലിക്കെത്തിയ നിരവധി ജീവനക്കാർ ഈ പ്രകടനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രകടനത്തിൽ അണിനിരന്നിട്ടുണ്ട്. എന്തായാലും കോട്ടയത്തും സമരം ജീവനക്കാർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അനന്യ, തീർച്ചയായും സനോജ് നൽകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത്തരത്തിലൊരു സമരം ഒരു രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇന്ന് ഹാജരായ എല്ലാ ഉദ്യോഗസ്ഥരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 100-ൽ പരം ആളുകളാണ് NGO യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും അനന്യ, 100 കണക്കിന് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഈ സമരത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പരസ്യമായി ഇപ്പോൾ കോട്ടയം കളക്ടറേറ്റിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ജീവനക്കാർ ഈ പണിമുടക്കിന് എതിർപ്പ് പ്രകടിപ്പിച്ചുള്ള പ്രകടനത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഓഫീസുകളിലൂടെയും കയറി ഇറങ്ങിയാണ് ഈ പ്രകടനം കടന്നു പോകുന്നത്. അങ്ങനെ പ്രകടനം കടന്നു പോകുമ്പോൾ ജോലിക്ക് ഹാജരായിട്ടുള്ള ജീവനക്കാരൊക്കെ തന്നെ ഈ പ്രകടനത്തിന് പങ്കെടുത്തുകൊണ്ട് അവർ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. കാരണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെയും നിലപാട്. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നും സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതുൾപ്പെടെയുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ജീവനക്കാരുടെ മറ്റ് ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്നുള്ളതാണ് സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഈ പണിമുടക്കിനെ തള്ളിക്കളയണമെന്നുള്ളതാണ് ഈ ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ഭൂരിപക്ഷം ജീവനക്കാരും ജോലിക്ക് ഹാജരായിട്ടുള്ളത്. അങ്ങനെ ഹാജരായിട്ടുള്ള ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. അനന്യ.
തീർച്ചയായും കളക്ട്രേറ്റിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരുടെ കോട്ടയം കളക്ട്രേറ്റിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരുടെ പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. NGO യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരം. അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇത്തരത്തിൽ ഇന്ന് ജോലിക്ക് ഹാജരായ ഉദ്യോഗസ്ഥർക്ക് ഐക്യദാർഢ്യം നൽകിക്കൊണ്ടും ഒപ്പം തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളെ തീർത്തും എതിർക്കുമെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഐക്യദാർഢ്യ പ്രകടനമാണ്. സനോജ്, തീർച്ചയായിട്ടും ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ഐക്യദാർഢ്യ പ്രകടനം വിവിധ ഓഫീസുകളിലൂടെ കയറി ഇറങ്ങി ഇപ്പോൾ കോട്ടയം കളക്ടറേറ്റിന്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് ജീവനക്കാർ ഈ സമരത്തിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രകടനത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഇപ്പോൾ കളക്ടറേറ്റ് മുന്നിലെത്തിയ പ്രകടനം ഇപ്പോൾ ഈ പ്രകടനത്തിലേക്ക് നിരവധി ആളുകൾ, അതായത് ഈ ജോലിക്ക് ഹാജരായിട്ടുള്ള നിരവധി ജീവനക്കാർ ഇപ്പോൾ ഇതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രകടനത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും നൂറുകണക്കിന് ജീവനക്കാർ, ഈ കളക്ടറേറ്റിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും ഈ പ്രകടനത്തിൽ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഈ പണിമുടക്കിനെ കോട്ടയം കളക്ടറേറ്റിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. കാരണം രാഷ്ട്രീയ പ്രേരിതമായ സമരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. ജീവനക്കാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വമായി പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകുകയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ പോലും ഒരു രൂപ പോലും ശമ്പളം തടഞ്ഞു വെക്കാതെ കൃത്യമായി ശമ്പളം വിതരണം ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക എന്ന ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെയും നിലപാട്. അങ്ങനെ ഉള്ള ജീവനക്കാർ ഇതിനെതിരെയാണ് ഇപ്പോൾ, അതായത് പണിമുടക്കിനെതിരെയാണ് ഇപ്പോൾ ജീവനക്കാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധ ധർണ ഇവിടെ നടക്കാൻ പോവുകയാണ്. അനന്യ.